ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരൊറ്റ രാജ്യത്തിൻ്റെ ചിത്രമാണ്, ഒരൊറ്റ ഭൂപടം, ഒരൊറ്റ രാഷ്ട്രം. പക്ഷേ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യയുടെ ഭൂപടം തുറന്നു നോക്കിയാൽ അതേ ചിത്രം കാണില്ല. വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ കുതിരപ്പടകൾ കടന്നു വരുന്നു. ഗംഗാ തടങ്ങളിൽ പുതിയ രാജവംശങ്ങൾ അധികാരം പിടിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി നഗരങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും വളരുന്നു. അറബ് വ്യാപാരികൾ കടൽ മാർഗം ഇന്ത്യയിലെത്തുന്നു. പിന്നീട് ദില്ലിയിൽ സുൽത്താൻമാരും ഉത്തരേന്ത്യയിൽ മുഗളന്മാരും അധികാരം സ്ഥാപിക്കുന്നു. പക്ഷേ മധ്യകാല ഇന്ത്യയുടെ കഥ രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും മാത്രം കഥയല്ല. ഇത് നഗരങ്ങൾ വളർന്ന കഥയാണ്, വ്യാപാര പാതകൾ മാറിയ കഥയാണ്. പുതിയ മത സാംസ്കാരിക ആശയങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയ കഥയാണിത്. കർഷകരും വ്യാപാരികളും കരകൗശലക്കാരും സൈനികരും സൂഫിമാരും ഭക്തി കവികളും ചേർന്ന് ഒരു പുതിയ സമൂഹം രൂപപ്പെട്ട കഥ. അതിനാൽ ഈ ചരിത്രത്തെ ഒരു വർഷപ്പട്ടികയായി കാണാതെ ഒരു യാത്രയായി മാത്രം കാണാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഏകദേശം 8ാം നൂറ്റാണ്ടിലാണ്. അന്ന് ഇന്ത്യ മറ്റൊരു സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നില്ല. ഹർഷവർദ്ധനന്റെ മരണത്തിന് ശേഷം ഉത്തരേന്ത്യയിൽ ശക്തമായ രാഷ്ട്രീയ ഏകീകരണം നിലനിന്നില്ല. പല പ്രാദേശിക രാജവംശങ്ങളും സ്വന്തം പ്രദേശങ്ങളിൽ ശക്തി വർദ്ധിപ്പിച്ചു. പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഗുർജര പരിഹാരർ, കിഴക്കൻ ഇന്ത്യയിൽ പാലർ, ഡെക്കാനിൽ രാഷ്ട്രകൂടർ. ഇവർ തമ്മിലുള്ള മത്സരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു കനൗജ്. ഗംഗാതടത്തിലെ സമ്പന്നമായ പ്രദേശത്തുള്ള കനൗജിന്റെ നിയന്ത്രണം വലിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തികളുടെ പ്രതീകമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുർജര പരിഹാരർ, പാലർ, രാഷ്ട്രകൂടർ എന്നിവർ കനൗജിനായി ദീർഘകാലം മത്സരിച്ചു. ചരിത്രത്തിൽ ഇത് ത്രികക്ഷി പോരാട്ടം എന്നറിയപ്പെടുന്നു. പക്ഷെ ഒരു നഗരത്തിനായി രാജാക്കന്മാർ യുദ്ധം ചെയ്തത് വെറും അഭിമാനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. കൃഷിയിടങ്ങൾ, സമ്പത്ത്, വ്യാപാര പാതകൾ, രാഷ്ട്രീയ സ്വാധീനം ഇവയെല്ലാം കനൗജിനൊപ്പം ബന്ധപ്പെട്ടിരുന്നു. ഇതിനിടയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് മറ്റൊരു ലോകം വളരുകയായിരുന്നു. ഇന്ത്യൻ തീരപ്രദേശങ്ങൾ നൂറ്റാണ്ടുകളായി വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ടിരുന്നു. അറബ് വ്യാപാരികൾ ഇന്ത്യയിലെത്തി. മസാലകൾ, വസ്ത്രങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, വിലപിടിപ്പുള്ള കല്ലുകൾ തുടങ്ങിയവ കടൽ മാർഗം സഞ്ചരിച്ചു. കേരളത്തിൻ്റെ മലബാർ തീരവും ഈ വ്യാപാര ശൃംഖലയുടെ പ്രധാന ഭാഗമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയും ഇസ്ലാമിക ലോകവും തമ്മിലുള്ള ബന്ധം വെറും സൈനിക ബന്ധം മാത്രമായിരുന്നില്ല. വ്യാപാരവും അതിൻ്റെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഉത്തര പടിഞ്ഞാറൻ അതിർത്തിയിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റാൻ പോകുന്നതായിരുന്നു. 11ാം നൂറ്റാണ്ടിൽ ഗസ്നി കേന്ദ്രമാക്കി ശക്തമായ ഒരു ഭരണകൂടം ഉയർന്നു. മഹ്മൂദ് ഗസ്നി ഇന്ത്യയിലേക്ക് നിരവധി സൈനിക ആക്രമണങ്ങൾ നടത്തി. ക്ഷേത്രങ്ങളും സമ്പന്ന നഗരങ്ങളും ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളിൽ 1025 സോമനാഥ ആക്രമണം ഏറ്റവും പ്രസിദ്ധമാണ്. പക്ഷേ മഹ്മൂദ് ഗസ്നിയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിൽ സ്ഥിരമായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുക എന്നതിലായിരുന്നില്ല. കൊള്ള, സമ്പത്ത് സമാഹരണം, രാഷ്ട്രീയ പ്രതാപം എന്നിവ അദ്ദേഹത്തിൻ്റെ അക്രമങ്ങളിലെ പ്രധാനമായിരുന്നു. എന്നാൽ ഈ അക്രമങ്ങൾ ഉത്തര പടിഞ്ഞാറൻ രാഷ്ട്രീയത്തിൻ്റെ പുതിയ മാറ്റങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കി. അതിനുശേഷം എത്തുന്നത് മുഹമ്മദ് ഗോറിയുടെ കാലഘട്ടമാണ്. 1191 തരൈൻ യുദ്ധം. മുഹമ്മദ് ഗോറിയുടെ സൈന്യം പൃഥ്വിരാജ് ചൗഹാന്റെ സൈന്യവുമായി ഏറ്റുമുട്ടി. ആദ്യത്തെ യുദ്ധത്തിൽ ഗോറി പരാജയപ്പെട്ടു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ചരിത്രം മാറി. 1192 രണ്ടാം തരൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി വിജയിച്ചു. ഈ വിജയം ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ വഴിത്തിരിവായി. ഗോറി ഇന്ത്യയിൽ സ്ഥിരമായി ഭരിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈനിക വിജയങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ അധികാരം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സൈനിക മേധാവികൾ മുന്നോട്ട് വന്നു. ഇവരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കുത്തബീൻ എബിക്. 1206 മുഹമ്മദ് ഗോറി കൊല്ലപ്പെട്ടതിന് ശേഷം കുത്ബുദ്ദീൻ എബിക് സ്വതന്ത്ര ഭരണാധികാരിയായി ഉയർന്നു. ദില്ലിയെ കേന്ദ്രമാക്കി പുതിയൊരു രാഷ്ട്രീയ ശക്തി രൂപപ്പെട്ടു. ഇതാണ് ദില്ലി സുൽത്താനേറ്റിൻ്റെ തുടക്കം. പക്ഷേ ദില്ലി സുൽത്താനേറ്റ് ഒരൊറ്റ രാജവംശത്തിൻ്റെ പേരായിരുന്നില്ല,
മാംലൂക്ക്, ഗിൽജി, തുഗ്ലക്, സെയ്ദ്, ലോധി എന്നീ രാജവംശങ്ങൾ മാറി മാറി ഭരിച്ച ഒരു വലിയ കാലഘട്ടമായിരുന്നു അത്. ഇതിൽ ഇൽത്തുത്മിഷിന്റെ ഭരണകാലം നിർണായകമായിരുന്നു. അദ്ദേഹം ദില്ലി സുൽത്താനിനെ കൂടുതൽ സ്ഥിരതയുള്ള ഭരണകൂടമാക്കി. ദില്ലിയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൾ റസിയ പിന്നീട് ദില്ലിയുടെ സുൽത്താനേറ്റായി. 1236 അധികാരത്തിലെത്തിയ റസിയ പുരുഷാധിപത്യ രാഷ്ട്രങ്ങളുടെ സംവിധാനത്തിനുള്ളിൽ പരമാധികാരം ഏറ്റെടുത്ത അപൂർവ വനിതാ ഭരണാധികാരിയായിരുന്നു. പക്ഷേ അധികാരം നേടുന്നത് ഒരു കാര്യം, അത് നിലനിർത്തുന്നത് മറ്റൊന്ന്. ശക്തമായ അമീന്മാരുടെ എതിർപ്പിനെ തുടർന്ന് റസിയയുടെ ഭരണം അധികകാലം നീണ്ടുനിന്നില്ല. പിന്നീട് ദില്ലി സുൽത്താനേറ്റിന്റെ ശക്തി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ഭരണാധികാരികളിൽ ഒരാൾ ഉയർന്നു വന്നു, അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിന്റെ കാലത്ത് സുൽത്താനേറ്റിലെ സൈനിക ശക്തി വൻതോതിൽ വർദ്ധിച്ചു. മംഗോളിയൻ ആക്രമണങ്ങളെ ചെറുക്കേണ്ടി വന്നു. വലിയ സൈന്യത്തെ നിലനിർത്താൻ വലിയ വരുമാനം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അലാവുദ്ദീൻ വിപണി വിലകൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ധാന്യം, വസ്ത്രം, കുതിരകൾ തുടങ്ങിയവയുടെ വില നിയന്ത്രിക്കുന്ന പ്രത്യേക വിപണി സംവിധാനം രൂപപ്പെടുത്തി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മധ്യകാല ഭരണത്തിൻ്റെ സാമ്പത്തിക നയവും സൈനിക ശക്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനിടയിൽ തെക്കേ ഇന്ത്യയിലും വലിയ സാമ്രാജ്യങ്ങൾ വളരുകയായിരുന്നു. ചോളർ ദക്ഷിണേന്ത്യയിൽ ശക്തമായ ഭരണ സംവിധാനം, കടൽ വ്യാപാരം വികസിപ്പിച്ചു. രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും കാലത്ത് ചോളശക്തി വലിയ ഉയരത്തിലെത്തി. രാജേന്ദ്ര ചോളന്റെ കാലത്ത് ചോള നാവിക ശക്തി തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും എത്തി. അതേസമയം ഡെക്കാനിൽ ചാളൂക്യർ, യാദവർ, കാകാതീയർ, ഹൈസളർ തുടങ്ങിയ ശക്തികൾ വളർന്നു. അതിനാൽ മധ്യകാല ഇന്ത്യയുടെ ചരിത്രം ദില്ലിയിൽ മാത്രം നടന്ന ചരിത്രമല്ല. വടക്കേ ഇന്ത്യയിൽ ഒരു ശക്തി ഉയരുമ്പോൾ തെക്കേ ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ സാമ്പത്തിക ലോകം വളരുകയായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ ദില്ലി സുൽത്താനേറ്റിന്റെ ശക്തി തെക്കോട്ട് വ്യാപിച്ചു. അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനിക മേധാവിയായ മാലിക് കാഫൂർ ദക്ഷിണേന്ത്യയിലെ നിരവധി രാജ്യങ്ങളിലേക്ക് സൈനിക ആക്രമണങ്ങൾ നടത്തി. പക്ഷേ കീഴടക്കിയ പ്രദേശങ്ങൾ സ്ഥിരമായി നിയന്ത്രിക്കുക എളുപ്പമായിരുന്നില്ല. ഇത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് കൂടുതൽ വ്യക്തമായി കാണാം. അദ്ദേഹം തലസ്ഥാനം ദില്ലിയിൽ നിന്ന് ദൗലതാബാദിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. സാമ്രാജ്യത്തിൻ്റെ വടക്കും തെക്കും കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കാനാകുമെന്നായിരുന്നു ഇതിൻ്റെ പിന്നിലെ ആശയം. പക്ഷേ ഈ നടപ്പാക്കൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പിന്നീട് ദില്ലിയുടെ പ്രാധാന്യം തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരീക്ഷണം ടോക്കൺ കറൻസി ആയിരുന്നു. വില കുറഞ്ഞ ലോഹങ്ങളിൽ നാണയങ്ങൾ പുറത്തിറക്കി വെള്ളി നാണയത്തിന് പകരം ഉപയോഗിക്കാനാവുന്ന ശ്രമം. പക്ഷേ കള്ള നാണയങ്ങൾ വ്യാപകമായതോടെ പരീക്ഷണം പരാജയപ്പെട്ടു. ഇവിടെ നിന്ന് ഒരു പ്രധാന പാഠം പഠിക്കുന്നു. ഒരു ആശയം നല്ലതായിരിക്കാം, പക്ഷേ അതിൻ്റെ വിജയത്തിന് ശക്തമായ ഭരണ സംവിധാനവും നിയന്ത്രണങ്ങളും വേണം. ജനങ്ങളുടെ വിശ്വാസവും ആവശ്യമാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്തിനു ശേഷം ദില്ലി സുൽത്താനേറ്റിന്റെ ശക്തി പതുക്കെ കുറഞ്ഞു. അതേസമയം ഡെക്കാനിൽ പുതിയ ശക്തികൾ ഉയർന്നു. 1347 ബ്രഹ്മനി സുൽത്താനേറ്റ് സ്ഥാപിതമായി. അതേ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ വിജയനഗര സാമ്രാജ്യവും വളർന്നു. തുംഗഭദ്രയുടെ തീരത്തുള്ള ഹംപി ഒരു വലിയ നഗരമായി മാറി. ക്ഷേത്രങ്ങൾ, വിപണികൾ, വ്യാപാര കേന്ദ്രങ്ങൾ, വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ വ്യാപാരികൾ ഇവയെല്ലാം ചേർന്ന് ഹംപിയെ മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരങ്ങളിൽ ഒന്നാക്കി. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കൃഷ്ണദേവരായയുടെ കാലത്ത് വിജയനഗരം അതിൻ്റെ ഉന്നതിയിലെത്തി. യുദ്ധവിജയങ്ങൾക്കൊപ്പം സാഹിത്യത്തിനും കലയ്ക്കും അദ്ദേഹം വലിയ പ്രോത്സാഹനം നൽകി. ഇതിനിടയിൽ ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക ലോകത്തും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. സൂഫി പാരമ്പര്യങ്ങളും ഭക്തി പ്രസ്ഥാനങ്ങളും ജനങ്ങളുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിച്ചു. അതേസമയം കബീർ, ഗുരു നാനാക്ക്, മീരാബായി, ചൈതന്യ മഹാപ്രഭു തുടങ്ങിയ ഭക്തി പാരമ്പര്യങ്ങളിലെ വ്യക്തികളും ജനങ്ങളുടെ ആത്മീയ ചിന്തയെ സ്വാധീനിച്ചു. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയും ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകളായിരുന്നു. പേർഷ്യൻ ഭരണഭാഷയായി ശക്തമായിരുന്നെങ്കിലും ഹൈന്ദവി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം തുടങ്ങിയ പ്രാദേശിക ഭാഷകളിലും സാഹിത്യം വളർന്നു. ഇതിനിടെ കടലിൽ മറ്റൊരു വലിയ മാറ്റം സംഭവിച്ചു. 1498 വാസ്കോഡ ഗാമ കോഴിക്കോടെത്തി. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ടുള്ള കടൽപാതയുടെ പുതിയൊരു അധ്യായം ഇതോടെ തുറന്നു.
പക്ഷേ ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ എത്തിയതോടെയാണ് ഇന്ത്യയുടെ വിദേശ വ്യാപാരം ആരംഭിച്ചത് എന്ന് കരുതരുത്. അറബ്, പേർഷ്യൻ, തെക്കുകിഴക്കൻ ഏഷ്യൻ വ്യാപാരികൾ നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സജീവമായിരുന്നു. അപ്പം എന്താണ് ഈ പുതിയത്? യൂറോപ്യൻ ശക്തികൾ വ്യാപാരത്തോടൊപ്പം സൈനിക ശക്തിയും ഉപയോഗിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വ്യാപാരത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ ഫലം പിന്നീട് ഇന്ത്യൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് നമുക്ക് തിരികെ വരാം. 1526 പാനിപ്പത്ത്. മധ്യ ഏഷ്യയിൽ തിമുറീഡ് പാരമ്പര്യത്തിൽ നിന്നെത്തിയ ബാബർ ദില്ലിയിലെ സുൽത്താനേറ്റ് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. ഇതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. തോക്കുകളും ഗൺ പൗഡർ അധിഷ്ഠിത ആയുധങ്ങളും ഫലപ്രദമായി ഉപയോഗിച്ച ബാബർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നിട്ടും വിജയം നേടി. പക്ഷേ പാനിപ്പത്തിലെ വിജയം മാത്രം മതിയായിരുന്നില്ല. 1527 ഘാന യുദ്ധത്തിൽ റാണ സാംഗയുടെ നേതൃത്വത്തിലുള്ള രാജ്പുത് സൈന്യത്തെയും ബാബർ പരാജയപ്പെടുത്തി. ഇതോടെ ഉത്തരേന്ത്യയിൽ തൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു. ബാബറിന് ശേഷം ഹുമയൂൺ അധികാരത്തിലെത്തി. പക്ഷേ അഫ്ഗാൻ നേതാവായ ഷേർഷാ സൂരി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. 1540 ഷേർഷാ അധികാരം പിടിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം ചെറുതായിരുന്നെങ്കിലും ഭരണപരമായ പരിഷ്കാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയായിരുന്നു. ഭൂപരിമാന സംവിധാനം, റോഡുകൾ, നാണയ സംവിധാനം എന്നിവ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. വെള്ളി നാണയമായ രൂപിയയുടെ ചരിത്ര വികസനവുമായി അദ്ദേഹത്തിൻ്റെ നാണയ പരിഷ്കാരങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഹുമയൂൺ അധികാരം തിരിച്ചു പിടിച്ചു. എന്നാൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ അടിത്തറ പാകിയത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു, അക്ബർ. 1556 ഹുമയൂൺ മരിച്ചപ്പോൾ അക്ബർ വളരെ ചെറുപ്പമായിരുന്നു. അതേ വർഷം നടന്ന രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബൈറാം ഖാന്റെ നേതൃത്വത്തിലുള്ള മുഗൾ സൈന്യം ഹേമുവിനെ പരാജയപ്പെടുത്തി. തുടർന്ന് അക്ബർ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളായി മാറി. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം വെറും സൈനിക ശക്തിയിലായിരുന്നില്ല. വ്യത്യസ്ത പ്രശ്നങ്ങളെയും സമൂഹങ്ങളെയും ഒരു വലിയ ഭരണ സംവിധാനത്തിനുള്ളിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. രാജ്പൂത്തുകളുമായി സഖ്യങ്ങൾ സ്ഥാപിച്ചു, മസൻബാരി സമ്പ്രദായം വികസിപ്പിച്ചു, ഭൂവരുമാനം ക്രമീകരിച്ചു. ടോഡർമലുമായി ബന്ധപ്പെട്ട വരുമാന പരിഷ്കാരങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. അക്ബറിൻ്റെ കാലത്ത് സാമ്രാജ്യത്തിൻ്റെ ശക്തി ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, അത് ശേഖരിക്കുന്ന ഭരണ സംവിധാനം, സൈന്യത്തെ നിയന്ത്രിക്കുന്ന മൻസബ്ദാരി സമ്പ്രദായം, പ്രാദേശിക ശക്തികളുമായുള്ള ബന്ധം എന്നിവയുടെ മേൽ അധിഷ്ഠിതമായിരുന്നു. മതപരമായ വൈവിധ്യവും അക്ബറിൻ്റെ ഭരണത്തിൽ പ്രധാനമായിരുന്നു. വിവിധ മതങ്ങളിലുള്ള പണ്ഡിതരുമായി അദ്ദേഹം സംവാദിച്ചു. ഇബാദത്ത് ഖാനയിൽ മതചർച്ചകൾ നടന്നു. സുൽഹീകുൽ എന്ന ആശയം എല്ലാവരോടുമുള്ള സമാധാനപരമായ സമീപനവുമായി ബന്ധപ്പെട്ടിരുന്നു. അക്ബറിന് ശേഷം ജഹാംഗീർ വന്നു. പിന്നീട് ഷാജഹാൻ വന്നു. ഷാജഹാന്റെ കാലം ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് താജ്മഹലാണ്. പക്ഷേ താജ്മഹൽ വെറും പ്രണയത്തിൻ്റെ സ്മാരകം മാത്രമല്ല. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സമ്പത്ത്, ശില്പകല, സാങ്കേതിക വിദ്യ, പേർഷ്യൻ ഇന്ത്യൻ കലാപരമ്പരകളുടെ സംയോജനം എന്നിവയുടെ പ്രതീകം കൂടിയാണ്. ആഗ്രയിലും ദില്ലിയിലും ലാഹോറിലും മുഗൾ ശില്പകല അതിൻ്റെ ഉന്നതിയിലെത്തി. പിന്നീട് അധികാരത്തിനായി മുഗൾ രാജകുമാരന്മാർ തമ്മിൽ പോരാട്ടം നടന്നു. അതിൽ വിജയിച്ചത് ഔറംഗസേബായിരുന്നു. 1658 അദ്ദേഹം അധികാരമുറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്ത് മുഗൾ സാമ്രാജ്യം ഭൗമികമായി ഏറ്റവും വലിയ വിസ്തൃതിയിലെത്തി. പക്ഷേ ഇതോടൊപ്പം ഒരു വലിയ പ്രശ്നവും തുടങ്ങി. ഡെക്കാനിലെ ദീർഘകാല യുദ്ധങ്ങൾ, വലിയ സൈനിക ചെലവുകൾ, പ്രാദേശിക ശക്തികളുടെ ഉയർച്ച, ഇതെല്ലാം സാമ്രാജ്യത്തിൻ്റെ വിഭവങ്ങൾക്ക് വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചു. ഇതിനിടയിൽ ശിവജിയുടെ നേതൃത്വത്തിൽ മറാത്ത ശക്തി ഉയർന്നു. 1674 ശിവജി അഭിഷേകം ചെയ്യപ്പെട്ടു. മറാത്ത ശക്തിയുടെ വളർച്ച മുഗൾ സാമ്രാജ്യത്തിന് വലിയ വെല്ലുവിളിയായി. അതേസമയം സിഖ് പാരമ്പര്യം പുതിയ രാഷ്ട്രീയ രൂപത്തിലേക്ക് മാറുകയായിരുന്നു. 1699 ഗുരു ഗോബിന്ദ് സിംഗ് ഖാൽസ സ്ഥാപിച്ചതോടെ സിഖ് സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ ഘട്ടം ആരംഭിച്ചു. 1707 ഔറംഗസേബ് മരിച്ചു. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1707 മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഉടനെയുള്ള അവസാനമല്ല. മുഗൾ ചക്രവർത്തിമാർ പിന്നീട് പല നൂറ്റാണ്ടുകളും ദില്ലിയിൽ തുടർന്നു. പക്ഷേ അവരുടെ യഥാർത്ഥ രാഷ്ട്രീയ ശക്തി ക്രമേണ കുറഞ്ഞു.
മറാത്തർ, സിഖുകൾ, ജാട്ടുകൾ, രാജ്പുത്തുകൾ, ബംഗാൾ, അവധ്, ഹൈദരാബാദ് തുടങ്ങിയ പ്രാദേശിക ശക്തികൾ കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചു. ഇന്ത്യ വീണ്ടും പല രാഷ്ട്രീയ ശക്തികളുടെ ലോകമായി മാറുകയായിരുന്നു. അതേസമയം യൂറോപ്യൻ വ്യാപാര കമ്പനികൾ പതുക്കെ വ്യാപാരങ്ങളിൽ നിന്ന് രാഷ്ട്രീയ ശക്തികളായി മാറാൻ തുടങ്ങി. ഇവിടെ മധ്യകാല ഇന്ത്യയുടെ കഥ മറ്റൊരു കാലഘട്ടത്തിൻ്റെ വാതിലിലെത്തുന്നു. പക്ഷേ ഈ മുഴുവൻ യാത്രയെ ഒന്ന് പിന്നോട്ട് നോക്കിയാൽ എന്താണ് കാണുന്നത്? ആദ്യം പ്രാദേശിക രാജവംശങ്ങളുടെ മത്സരം, പിന്നീട് തുർക്കി അഫ്ഗാൻ ശക്തികളുടെ വരവ്, ദില്ലി സുൽത്താനേറ്റിന്റെ വളർച്ച, തെക്കേ ഇന്ത്യയിൽ ചോളരും വിജയനഗരവും, ഡെക്കാനിലെ ബ്രാഹ്മിണി ശക്തി, സൂഫി ഭക്തി പാരമ്പര്യങ്ങളുടെ വളർച്ച, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാരത്തിന്റെ വികസനം, 1498 ശേഷം യൂറോപ്യൻ സമുദ്രശക്തികളുടെ വരവ്, 1526 മുതൽ മുഗൾ സാമ്രാജ്യത്തിന്റെ വളർച്ച, അക്ബറിലൂടെ ശക്തമായ ഭരണ സംവിധാനം, ഷാജഹാന്റെ കാലത്തെ കലയും ശില്പകലയും, ഔറംഗസേബിന്റെ കാലത്തെ പരമാവധി വ്യാപനം, അതിനുശേഷം കേന്ദ്രാധികാരത്തിന്റെ ക്രമേണയുള്ള ക്ഷയം. പക്ഷെ ഇതെല്ലാം രാജാക്കന്മാരുടെ കഥ മാത്രമല്ല. ഈ സാമ്രാജ്യങ്ങൾ നിലനിന്നത് ആരുടെ അധ്വാനത്തിലായിരുന്നു? കർഷകരുടെ, നികുതിയടച്ച കർഷകരുടെ, നഗരങ്ങളിൽ സാധനങ്ങൾ നിർമ്മിച്ച കരകൗശലക്കാരുടെ, ദൂരദേശങ്ങളിലേക്ക് സാധനം കൊണ്ടുപോയ വ്യാപാരികളുടെ, സൈന്യത്തെ നിലനിർത്തിയ സമൂഹങ്ങളുടെ, ക്ഷേത്രങ്ങളിലും പള്ളികളിലും ആത്മീയ ജീവിതം നയിച്ച ജനങ്ങളുടെ, പ്രാദേശിക ഭാഷകളിൽ കവിതകളും സാഹിത്യവും സൃഷ്ടിച്ച എഴുത്തുകാരുടെ. അവരുടെ ജീവിതമാണ് ഈ വലിയ സാമ്രാജ്യങ്ങളുടെ യഥാർത്ഥ അടിത്തറ. അതുകൊണ്ട് മധ്യകാല ഇന്ത്യൻ ചരിത്രത്തെ വെറും ആരാണ് ആരെ തോൽപ്പിച്ചത് എന്ന ചോദ്യത്തിലൂടെ മാത്രം നോക്കിയാൽ അതിൻ്റെ പകുതി പോലും മനസ്സിലാകില്ല. യഥാർത്ഥ ചോദ്യങ്ങൾ വേറെയാണ്. ആരാണ് നഗരങ്ങൾ നിർമ്മിച്ചത്? ആരാണ് ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചത്? സമ്പത്ത് എങ്ങനെ ശേഖരിച്ചു? വ്യാപാരപാതകൾ എങ്ങനെ മാറി? മതങ്ങളും സംസ്കാരങ്ങളും എങ്ങനെ പരസ്പരം കണ്ടുമുട്ടി? ഭാഷകൾ എങ്ങനെ വളർന്നു? ഭരണ സംവിധാനങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? ഈ ചോദ്യങ്ങളിലൂടെ നോക്കുമ്പോഴാണ് മധ്യകാല ഇന്ത്യ ഒരു ജീവനുള്ള സമൂഹമായി നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. 1000 വർഷം മുമ്പുള്ള ഇന്ത്യ ഒരു നിശ്ചലമായ ഭൂമിയല്ലായിരുന്നു. അത് നിരന്തരം മാറിക്കൊണ്ടിരുന്ന ഒരു ലോകമായിരുന്നു. ഒരു രാജവംശം ഉയർന്നു, മറ്റൊന്ന് വീണു. ഒരു നഗരം വളർന്നു, മറ്റൊന്ന് ക്ഷയിച്ചു. പുതിയ വ്യാപാരപാതകൾ തുറന്നു, പുതിയ ഭാഷകൾ ശക്തമായി, പുതിയ ആശയങ്ങൾ ജനങ്ങളിലേക്കെത്തി, പുതിയ ഭരണ സംവിധാനങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. പക്ഷേ ഓരോ മാറ്റവും അടുത്ത മാറ്റത്തിനുള്ള പശ്ചാത്തലമൊരുക്കി. അതുകൊണ്ടാണ് മധ്യകാല ഇന്ത്യയുടെ ചരിത്രം ഇത്ര കൗതുകകരമാകുന്നത്. ഇത് വെറും രാജാക്കന്മാരുടെ ചരിത്രമല്ല, ഇന്ത്യൻ സമൂഹം എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ 1000 വർഷത്തെ കഥയാണ്. ദില്ലിയിലെ സുൽത്താനേറ്റിൽ നിന്ന് വിജയനഗരത്തിലേക്ക്, ബ്രാഹ്മിണി സാമ്രാജ്യത്തിൽ നിന്ന് മുഗൾമാരിലേക്ക്, സൂഫി പാരമ്പര്യത്തിൽ നിന്ന് ഭക്തി പ്രസ്ഥാനങ്ങളിലേക്ക്, കരഭൂമിയിലെ വ്യാപാരത്തിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടൽ പാതകളിലേക്ക്, ഓരോ വഴിയും ഇന്ത്യയുടെ അടുത്ത അധ്യായത്തെ രൂപപ്പെടുത്തി. 18-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ മുഗൾ ശക്തി കേന്ദ്രങ്ങൾ ക്ഷയിക്കുകയും പ്രാദേശിക ശക്തികൾ ഉയരുകയും യൂറോപ്യൻ വ്യാപാര കമ്പനികൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്തു. അവിടെ നിന്നാണ് ഇന്ത്യൻ ചരിത്രം മറ്റൊരു വലിയ അധ്യായത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ ആ അധ്യായം മനസ്സിലാകണമെങ്കിൽ അതിനു മുമ്പ് നടന്ന ഈ 1000 വർഷക്കാലത്തെ യാത്ര മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ചരിത്രത്തിൽ ഒരു സാമ്രാജ്യവും പെട്ടെന്ന് ജനിക്കുന്നില്ല, അതുപോലെ ഒരു സാമ്രാജ്യവും പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നില്ല. ഇതിനു പിന്നിൽ നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും വ്യാപാരങ്ങളും ആശയങ്ങളും മനുഷ്യരുടെ തീരുമാനങ്ങളും പ്രതീക്ഷകളും പരാജയങ്ങളും ഉണ്ടാകും. മധ്യകാല ഇന്ത്യയുടെ കഥയും അതുതന്നെയാണ്. ഒരു രാജാവിൻ്റെ കിരീടത്തിൽ നിന്ന് ആരംഭിക്കുന്ന കഥ ഒടുവിലെത്തുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കാണ്. അവൻ കൃഷി ചെയ്ത മണ്ണിലേക്ക്, അവൻ നടന്ന വ്യാപാര പാതയിലേക്ക്, അവൻ സംസാരിച്ച ഭാഷയിലേക്ക്, അവൻ വിശ്വസിച്ച ആശയങ്ങളിലേക്ക്, അവൻ നിർമ്മിച്ച നഗരങ്ങളിലേക്ക്, അവൻ വിട്ടുപോയ സംസ്കാരത്തിലേക്ക്. അതാണ് മധ്യകാല ഇന്ത്യയെ ഇന്നും ഇത്ര കൗതുകകരമാക്കുന്നത്. ചരിത്രം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ഒരാളുമായി പങ്കുവയ്ക്കാം. ഇത്തരം അറിവ് നിറഞ്ഞ വീഡിയോകൾ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.